പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ENIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENISന്റെ +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 15ാമത്തെ ചാപ്റ്റർ ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്ട്, ഹൈക്കോടതികളും കീഴ്ക്കോടതികളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം 2024 അതിനുശേഷവും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മൊത്തം സിലബസിൻ്റെ 60% മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. ബാക്കി വരുന്ന 40% നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്തവർ പഴയ സിലബസും പഴയ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഫോളോ ചെയ്യുന്നത്. 24 ശേഷം പുതിയ സിലബസും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിൽ ആദ്യം 20 ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ഉണ്ട്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റ് നിർത്തി എഴുതാനുണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും, ട്രൂ ഫോൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ്, അങ്ങനെ പല രീതിയിലുണ്ടാവും. അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ 15ാമത്തെ ചാപ്റ്ററിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ബോർഡിൽ എഴുതുന്നത്. പരമാവധി വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ഇംഗ്ലീഷിൽ തന്നെ എഴുതാം, കിട്ടാത്തതുണ്ടെങ്കിൽ മാത്രം മലയാളത്തിൽ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് പ്രസന്റ് there are dash ഹൈക്കോടതി ഇൻ ഇന്ത്യ. ഇപ്പം നിലവിൽ എത്ര ഹൈക്കോടതി ഇന്ത്യയിലുണ്ട്? 21. രണ്ടാമത്തെ ചോദ്യം, ദി യൂണിയൻ ടെറിട്ടറി ഓഫ് ഡാഷ് ആസ് ഈസ് ഓൺ സെപ്പറേറ്റ് ഹൈക്കോടതി. യൂണിയൻ ടെറിട്ടറി അറിയപ്പെടുന്ന ഡൽഹിയിലെ സെപ്പറേറ്റ് ഹൈക്കോടതി എന്നതാണ്. 3, ജഡ്ജസ് ഓഫ് ദി ഹൈക്കോർട്ട് ആർ അപ്പോയിന്റഡ് ബൈ ദി ഡാഷ്. ഹൈക്കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്ത ആരാ? പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. 4, ദി റിട്ടയർമെന്റ് ഏജ് ഓഫ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതി ജഡ്ജിയുടെ റിട്ടയർമെന്റ് വയസ്സ് എത്ര? 62. 5, നോട്ട് എ സ്റ്റേറ്റ് ആസ് എ ഹൈ. ഒരു സ്റ്റേറ്റിലെ ഹൈക്കോടതി ഇല്ല, ഡൽഹിയാണ്. അടുത്ത് സ്റ്റേറ്റ് അല്ലേ, അത് ഹൈക്കോടതി ഇല്ലാത്ത സ്റ്റേറ്റ്. പിന്നെ വിച്ച് പണിഷ്മെന്റ് അവാർഡ് ബൈ ലോവർ കോർട്ട് കാനോട്ട് ബി ഇംപ്ലിമെന്റഡ് വിച്ച് കൺഫർമേറ്റഡ് ബൈ ദി ഹയർ കോടതി. ഡെത്ത് സെന്റൻസ് ആണ്. അടുത്ത് there can be no appeal against the decision of dash court ആണ്. സ്മാൾ കോസസ് കോർട്ട് എന്നാണ് അതിനറിയപ്പെടുന്നത്. അവിടെ ഇല്ലാതെ. പിന്നെ ഹയസ്റ്റ് റവന്യൂ കോർട്ട് ഇൻ സ്റ്റേറ്റ്. ഹയസ്റ്റ് റവന്യൂടെ കോർട്ട് ഏതാണെന്നുള്ളതാണ് ബോർഡ് ഓഫ് റവന്യൂ എന്ന് പറയും. ഇതേപോലെ വൺ വേർഡിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതേപോലെ NISന്റെ SSLC +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും 1 മാസം കൊണ്ട് +2 SSLC, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും നമ്മുടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ജോലി സ്ഥലത്തിൽ ജോലി തടസ്സപ്പെടാത്ത രീതിയിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പരീക്ഷയ്ക്ക് മാത്രം സെൻറ്ററിൽ പോയി എഴുതാൻ മതി. ഇനി സെൻറ്ററിൽ പോയി എഴുതാൻ പ്രയാസമുള്ളവർക്ക് ബോസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ നമ്മൾ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC +2 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കൂടുതൽ വിവരങ്ങൾക്കും നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറുണ്ട് 9037114679. ഓക്കെ, താങ്ക് യു.